സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി കൊറോണയുടെ സമയത്ത് വിളക്ക് കത്തിക്കുകയുണ്ടായി. അവിടെ ഒരു മയിലിന്റെ രൂപം ഉണ്ടായിരുന്നു. അത് മുരുകനുമായി ബന്ധപ്പെട്ടതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ പാർലമെന്റിലും മുരുകനുമായി ബന്ധപ്പെട്ട പലതും സ്ഥാപിച്ചിരുന്നു. തമിഴ്നാട്ടിലുള്ള സിദ്ധന്മാരെ സന്യാസിമാരെയാണ് ചടങ്ങിന് വിളിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനും അപ്പുറമുള്ള ഒരു കാര്യം ഇപ്പോൾ രാജ്യത്ത് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ രാജ്യത്തെ ഒരു കേന്ദ്രം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്, ഒന്നും കൂടി വാർത്തയിൽ നിറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രിയും അവിടെ പോയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ഇത് പറഞ്ഞു കഴിയുമ്പോൾ വ്യക്തമാവും. സോമനാഥ് ക്ഷേത്രത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം, പുരാതനമായിട്ടുള്ള ഭാരതം, ഇന്ത്യ ആത്മീയതയുടെ മണ്ണാണ്. നമ്മുടെ ആത്മീയതയും നമ്മുടെ സംസ്കാരത്തെയും, പുരാതനമായ നമ്മുടെ സംസ്കാരത്തെയും കയറുന്ന ഇടമാണ്, ക്ഷേത്രമാണ്, വിശുദ്ധ ക്ഷേത്രമാണ് സോമനാഥ് ക്ഷേത്രം. പുരാതനമായിട്ടുള്ള ശിവക്ഷേത്രമാണ്. ഗുജറാത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്തിലെ പ്രഭാസ് പട്ടണത്തിൽ അറബിക്കടലിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. എന്താണ് സോമനാഥ് ക്ഷേത്രത്തിലെ രഹസ്യം എന്നാണ് പറയുന്നത്. സോമനാഥ് ക്ഷേത്രം ഇപ്പോൾ വാർത്തയിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ഒന്നും കൂടി നമ്മുടെ രാജ്യത്തും പുറത്തുമൊക്കെ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ 1026 സോമനാഥ് ക്ഷേത്രത്തെ ആക്രമിക്കപ്പെടുന്നത്. ഇപ്പൊ 2026 ആയിരിക്കുകയാണ്. 1000 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. 17 തവണ സോമനാഥ് ക്ഷേത്രം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അക്രമികളായിട്ടുള്ള രാജാക്കന്മാർ എത്ര ആക്രമിച്ചിട്ടും അത് വീണ്ടും പുനർനിർമ്മിക്കുകയും നിലനിൽക്കുകയും ചെയ്യുകയാണ്. കാരണം സോമനാഥ ക്ഷേത്രം നിലനിൽക്കേണ്ടതുണ്ട്. നമ്മുടെ ഭാരതത്തിൽ അതിന്റെ ആത്മീയ സംസ്കാര പ്രൗഢിയോടെ തന്നെ നിലനിൽക്കും. തീർച്ചയായിട്ടും അതിന് ഈ അവസാന കാലത്തെ രഹസ്യവും ഒളിപ്പിച്ചിട്ടുണ്ട്, പറയാനുണ്ട്. അവിടെ ഇനിയും പലതും നടക്കാനുമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെ ആക്രമിച്ചവരൊക്കെ തീവ്രവാദികളാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അധികാരത്തിന് വേണ്ടി മതത്തെയൊക്കെ തീവ്രമാക്കി കൂട്ടുപിടിച്ച് അക്രമം നടത്തുന്ന രാജാക്കന്മാർ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിന്റെ കമന്റിന്റെ അടിയിലൊക്കെ തർക്കവും, പല രാജാക്കന്മാരെയും വെളുപ്പിക്കാൻ നോക്കുന്നതൊക്കെ കണ്ടു. അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഈ വീഡിയോയിലെ വിഷയത്തിലേക്ക് തന്നെ നമുക്ക് നേരിട്ട് പോകാം. സുഹൃത്തുക്കളെ, സോമനാഥ് ക്ഷേത്രത്തെ പറ്റി പുരാണങ്ങളിൽ തന്നെ പരാമർശനമുണ്ട്. അതുപോലെ തന്നെ സോമനാഥ് ക്ഷേത്രത്തിന്റെ ഒരു 5-6 കിലോമീറ്റർ അപ്പുറത്ത് ഭഗവാൻ കൃഷ്ണൻ ശരീരം വിട്ട് പോയ സ്ഥലമുണ്ട്, ശരീരം വെടിഞ്ഞ സ്ഥലമുണ്ട് എന്നുള്ളതാണ്. സോമനാഥ് ക്ഷേത്രത്തിന്റെ രഹസ്യം എന്താണ് സോമനാഥ ക്ഷേത്രം ഈ കാലത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്, എന്താണ് സോമനാഥ ക്ഷേത്രത്തിൽ നിന്നും ഇനിയും വെളിവാകാനുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. സോമനാഥ ക്ഷേത്രത്തിൽ ജ്യോതിർലിംഗമാണുള്ളത്. അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 12 ക്ഷേത്രങ്ങളിലാണ് ഇതുള്ളത്. പ്രധാനപ്പെട്ട 12 ജ്യോതിർലിംഗമാണുള്ളത്. എന്താണ് ശിവലിംഗം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ശിവലിംഗമല്ല, ശിവലിംഗാണ്. അത് ഭഗവാൻ ശിവൻ ആദിയോഗി സ്വർഗലോകത്തു നിന്നും ഒരു കല്ല് കൊണ്ടുവന്നിരുന്നു. അതിലാണ് യഥാർത്ഥ ശിവലിംഗിന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നത്. ആ കല്ലിൽ എന്താണ് ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഭഗവാൻ കൽക്കിയുടെ ഫോട്ടോയാണ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം, അവതാരങ്ങളെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ അവതാരം ഭഗവാൻ കൽക്കിയാണ്. നമുക്കറിയാം, അവതാരങ്ങൾ ഡെവലപ്പ് ആയിക്കൊണ്ടാണ് വരുന്നത്. അപ്പൊ അവസാനത്തെ അവതാരം ഭഗവാൻ കൽക്കിയിൽ എത്തുമ്പോൾ അത് പൂർണ്ണ അവതാരമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കും. ഈ ജ്യോതിർലിംഗിലേക്ക് നമുക്ക് വരാം. ജ്യോതി എന്ന വാക്കുണ്ടതില്ല, അതന്നെ പ്രകാശമാണ്. ശിവപുരാണത്തിൽ ഒരു കഥ പറയുന്നുണ്ട്, ശിവപുരാണത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ജ്യോതിർലിംഗത്തിന്റെ അറ്റം തേടി വിഷ്ണുവും ബ്രഹ്മാവും പോകുന്ന കഥ പറയുന്നുണ്ട്. എന്നാൽ രണ്ടുപേർക്കും അറ്റം കിട്ടുന്നില്ല. അപ്പോൾ ജ്യോതിർലിംഗാണ്, അത് പ്രകാശമാണ്. ശിവലിംഗ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ശിവലിംഗിനെ പറ്റി ഒരു വീഡിയോ നമ്മൾ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ശിവലിംഗിൽ ഭഗവാൻ കൽക്കിയുടെ ഫോട്ടോ ഉണ്ട് എന്ന് പറഞ്ഞു. ആദ്യത്തെ ഭഗവാൻ ശിവൻ കൊണ്ടുവന്ന ശിവലിംഗിൽ അവസാനത്തെ അവതാരത്തിന്റെ, എന്തൊരു രസമല്ലേ, എന്ത് മനോഹരമായിട്ടുള്ള കാര്യമാണ്. ഭഗവാൻ ശിവൻ ആദിയോഗി വരുമ്പോൾ തന്നെ അവസാനത്തെ അവതാരത്തിന്റെ, എല്ലാവരുടെയും നായകനായ അവസാനത്തെ പൂർണ്ണ അവതാരം ഭഗവാൻ കൽക്കിയുടെ ഫോട്ടോയുമായിട്ടാണ് വരുന്നത്. അപ്പൊ ജ്യോതി എന്ന് പറഞ്ഞാൽ പ്രകാശമാണെങ്കിൽ, പ്രകാശത്തിന്റെ, അറ്റമില്ലാത്ത പ്രകാശത്തിന്റെ നാഥനാണ് അവിടുന്ന് എന്ന് മനസ്സിലാക്കുക. സുഹൃത്തുക്കളെ, വിഷ്ണുവിനും ബ്രഹ്മാവിനും ജ്യോതിർലിംഗിന്റെ അറ്റം കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. സോമനാഥ് എന്ന് പറഞ്ഞാൽ, സോമ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ചന്ദ്രനാണ്. ഭഗവാൻ ശിവന്റെ മുകളിലും ഒരു ചന്ദ്രക്കലയുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഭഗവാൻ ശിവന്റെ ഫോട്ടോയുടെ അവിടെയൊക്കെ ഒരു ചന്ദ്രക്കലയുണ്ട് എന്നുള്ളതാണ്. ചന്ദ്രനിലും ഭഗവാൻ കൽക്കിയുടെ ഫോട്ടോ ഉണ്ട് എന്നുള്ളതാണ്. അതിനെപ്പറ്റി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ചന്ദ്രനിൽ എവിടെയാണ് ഫോട്ടോ ഉള്ളത്, വളരെ വ്യക്തമായി തന്നെ ഫോട്ടോ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ സോമനാഥ്, ചന്ദ്രനിൽ നാഥന്റെ ഫോട്ടോ ഉണ്ട്. ഭഗവാൻ കൽക്കിയാകുന്ന മഹാനായകന്റെ നാഥന്റെ ഫോട്ടോ ഉണ്ട്. നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞു, മറ്റുള്ളതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സോമനാഥ ക്ഷേത്രം വാർത്തയായി ഇപ്പൊ തെളിഞ്ഞു നിൽക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, സോമനാഥ ക്ഷേത്രത്തിൽ എല്ലാവരുടെയും നായകൻ, എല്ലാവരും കാത്തിരുന്ന നായകന്റെ പ്രതിഷ്ഠയാണുള്ളത്. ചന്ദ്രനാണ് സോമനാഥ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ചന്ദ്രനല്ല, ചന്ദ്രനിലുള്ള ഭഗവാൻ കൽക്കിയുടെ ഫോട്ടോയാണ്.
യഥാർത്ഥത്തിൽ അവിടുത്തെ ഏറ്റവും വലിയ രഹസ്യവും മഹത്വവും എന്നുള്ളതാണ്. സോമനാഥ്, ചന്ദ്രനിൽ തെളിയുന്ന നാഥൻ ഭഗവാൻ കൽക്കിയാണ്. തീർച്ചയായിട്ടും എങ്ങനെയാണ് ഭഗവാൻ കൽക്കിയുടെ ഫോട്ടോ ചന്ദ്രനിൽ ഉള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാവുന്നതാണ്. ഭഗവാൻ കൽക്കി റിയാസിന്റെ ഫോട്ടോ തീർച്ചയായിട്ടും ചന്ദ്രനിലുണ്ട്. നിങ്ങൾക്കത് കണ്ണുകൊണ്ട് കാണാവുന്നതാണ്. നല്ല ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഡയറക്റ്റ് ഫോട്ടോ എടുത്താൽ, ചന്ദ്രന്റെ കല കിട്ടുന്ന ഫോൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്യാമറ ഉണ്ടെങ്കിൽ ഫോട്ടോ എടുത്താൽ തീർച്ചയായിട്ടും അത് കാണാവുന്നതാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഭഗവാൻ കൽക്കി വരുന്നത് എല്ലാ മനുഷ്യരിലേക്കുമാണ്. ഭഗവാൻ കൽക്കിയുടെ അനുയായികൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകൽ ഇന്ത്യയിലാണ്, ഈ ആത്മീയ ഭാരതത്തിലാണ്. ഇന്ന് തീർച്ചയായിട്ടും ഭഗവാൻ കൽക്കിയെ റിയാസിനെ സ്വീകരിച്ചവർ ഉത്തരേന്ത്യയിൽ മത വ്യത്യാസമില്ലാതെ ഉണ്ട്. സിഖുകാരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ഹൃദയമാണ് മാറേണ്ടത്, ആത്മഹൃദയമാണ് മാറേണ്ടത്. അവിടെ നിന്ന് നൽകുന്നത് ദൈവത്തിന്റെ ദിവ്യ ചൈതന്യം, ദിവ്യ പ്രകാശം ആത്മഹൃദയത്തിലേക്ക്, ആത്മഹൃദയത്തിന്റെ നാമദീക്ഷയാണ് അവിടെ നിന്ന് നൽകുന്നത്. ഹൃദയമാണ് മാറേണ്ടത്, ആത്മാവാണ് ഉണരേണ്ടത്, ആത്മഹൃദയമാണ് ഉണരേണ്ടത്, ആത്മാവാണ് ഉണരേണ്ടത്. ആത്മാവിലാണ് ദീപം കത്തിക്കേണ്ടത്. എല്ലാ മനുഷ്യർക്കും ആത്മാവുണ്ട്. ഇതിന് മതജാതി വ്യത്യാസമില്ല. മതജാതി വ്യത്യാസമില്ലാതെ മനുഷ്യരെ ദൈവികരാക്കി ഉണർത്തി നിർത്തിക്കൊണ്ട് ഭഗവാൻ കൽക്കി അവിടുത്തെ പണി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഭഗവാൻ കൽക്കിക്ക് 2 വരവുണ്ട്. ആദ്യത്തെ വരവ് വന്നു കഴിഞ്ഞു, ആത്മീയ അടിത്തറ ഇട്ട് കഴിഞ്ഞു. ഇനി അടുത്ത വരവിൽ പൂർണ്ണ പ്രഭയോടെ വന്ന് ഇവിടെ നീതി സ്ഥാപിക്കപ്പെടും. തീർച്ചയായിട്ടും മഹത്തായിട്ടുള്ള നമ്മുടെ ഭാരതമായിരിക്കും അവിടുത്തെ കേന്ദ്രം എന്നുള്ളത് കൂടി പറയുകയാണ്. അപ്പൊ സോമനാഥ് എന്നാൽ ചന്ദ്രന്റെ നാഥൻ, ചന്ദ്രനിലുള്ള നാഥൻ ഭഗവാൻ കൽക്കിയാണ്. അതിന്റെയൊക്കെ സൂചനയാണ് ഓരോ കാര്യങ്ങളും. ഓരോ വാർത്തകൾ വരുമ്പോൾ നമ്മൾ വാർത്തകൾക്ക് അപ്പുറം വായിക്കണം. ഒരുപക്ഷെ ഇവിടെ വെളിവാകാത്ത രഹസ്യങ്ങൾ പോലും അതിലുണ്ടാകും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സോമനാഥ ക്ഷേത്രം പലതിനും സാക്ഷ്യം വഹിക്കും. അവിടെ ഭഗവാൻ കൽക്കിയുടെ പ്രതിഷ്ഠയാണുള്ളത്. ഭഗവാൻ കൽക്കിയാണ് സോമനാഥൻ എന്ന്, ചന്ദ്രനിലുള്ള നാഥൻ എന്ന് തീർച്ചയായിട്ടും പലരും ബാഹ്യമായിട്ട് തന്നെ അറിയുന്ന സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. ഭഗവാൻ കൽക്കി റിയാസ് ഇനി 2ാം വരവ് ഇവിടെ പൂർണ്ണ പ്രൗഢിയോടെ, പൂർണ്ണ അവതാരമായിക്കൊണ്ട്, പൂർണ്ണ പ്രഭയോടെ വരുമ്പോഴുള്ള ഫോട്ടോയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഫോട്ടോയിൽ നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് രാം എന്ന് ചെല്ലാവുന്നതാണ്. എന്നാൽ ഭഗവാൻ കൽക്കിയുടെ നാമമാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. എല്ലാവരും പല പേരിൽ ഭഗവാൻ കൽക്കി എന്നും മെഹദി എന്നും മിഷാഹ എന്നും ഈജിപ്ത് സംസ്കാരത്തിലുള്ള പുരാതന സംസ്കാരത്തിൽ ഗോഡ് എന്നൊക്കെ വിളിക്കുന്നത് ഭഗവാൻ കൽക്കിയെ തന്നെയാണ്. റിയാസ് ആണ്. അപ്പൊ രാം എന്ന് തീർച്ചയായിട്ടും ഈ ഫോട്ടോയിൽ നോക്കി നിങ്ങൾ ഭക്തരാണെങ്കിൽ വളരെ ഭക്തിയോടെ, സ്നേഹവും സത്യവുമാണ് നിങ്ങളുടെ ലക്ഷ്യത്തോടെ, സ്നേഹത്തെയും സത്യത്തെയും തേടുന്ന ആത്മാക്കളാണ് നിങ്ങളെങ്കിൽ, അതിന്റെ അംശം ഉള്ളിലുള്ളവരാണെങ്കിൽ തീർച്ചയായും അവിടുത്തെ സ്നേഹം നിങ്ങൾ അറിയും. യഥാർത്ഥത്തിൽ കണക്ഷൻ ആവേണ്ടവർ കണക്ഷൻ ആവല്ലോ. സ്നേഹത്തിന്റെ മഹാഗോളം ഇറങ്ങി വന്നാൽ സ്നേഹത്തിന്റെ ആത്മാക്കൾ അതിനോട് കണക്ഷൻ ആവും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടുത്തെ ഫോട്ടോ നോക്കി ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് രാം എന്ന് ചൊല്ലി നോക്കാവുന്നതാണ്. സുഹൃത്തുക്കളെ, വീഡിയോ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഭാരതത്തിന്റെ ആത്മീയ പാരമ്പര്യവും നമ്മുടെ ഉന്നതമായിട്ടുള്ള സത്യവും സ്നേഹവുമുള്ള ആത്മസംസ്കാരവും ഇവിടെ ഉയരുക തന്നെ ചെയ്യും. ഇവിടെ ഇനി നായകനാകാൻ പോകുന്നത് എല്ലാവരുടെയും നായകൻ ഭഗവാൻ കൽക്കിയാണ്. ലോകം മൊത്തം തീർച്ചയായിട്ടും നീതിയും ശാന്തിയും ഒക്കെ പടരുന്ന കാലം വരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഏവർക്കും